ആദ്യം വെള്ളം കലക്കാൻ ശ്രമിക്കുക, അതിനുശേഷം മീൻ കിട്ടുമോ എന്ന് നോക്കുക. ഇതാണ് BJP കേരളത്തിൽ കുറച്ചു കാലമായി പയറ്റുന്ന തന്ത്രം. അതിൻ്റെ ഉപജ്ഞാതാവ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം RSSന്റെ നേതാവ് കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് U. പ്രതിഭ MLAയുടെ മകനുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിടപെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: അഡ്വക്കേറ്റ് പ്രതിഭ MLAയെ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ച കമ്മ്യൂണിസ്റ്റ് സാഡിസം അനീതിയും അപലപനീയവുമാണ്. CPM നേതൃത്വത്തിൻ്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുങ്ങിയതോ ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. CPM നേതൃത്വത്തിൻ്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുങ്ങിയതോ ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അവർ ഒരു MLA മാത്രമല്ല, ഒരു സ്ത്രീയാണ്, അമ്മയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇമാതിരി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ജുഗുത്സാവകമാണ് എന്നാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ പോസ്റ്റ്. അദ്ദേഹം കുറച്ചു കാലമായി ആലപ്പുഴയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. നേരത്തെ ഒരു അടി കിട്ടിയത് G. സുധാകരനിൽ നിന്നാണ്. G. സുധാകരൻ്റെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, BJPയോടൊപ്പമാണ് എന്നൊക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വിളിച്ച് സംസാരിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഒരു വർഷം മുമ്പ് G. സുധാകരനെ കാണാൻ പോകുന്നു, അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുക്കുന്നു, ആ പുസ്തകം അദ്ദേഹം വാങ്ങിക്കുന്നു, എന്നിട്ട് സംസാരിക്കുന്നു, കുശലം പറയുന്നു, അവർ ഇറങ്ങിപ്പോകുന്നു, BJP നേതാക്കൾ ഇറങ്ങിപ്പോകുന്നു. ഒരു സൗഹൃദ സംഭാഷണം മാത്രം. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് B. ഗോപാലകൃഷ്ണൻ പറയുന്നു, G. സുധാകരൻ്റെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു, ഞങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്, ഞങ്ങൾ തുറന്ന് സംസാരിച്ചു, ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം BJPയോടൊപ്പമാണ് മനസ്സുള്ളത് എന്ന് പറഞ്ഞ് വെക്കാനാണ് ശ്രമിച്ചത് B. ഗോപാലകൃഷ്ണൻ. അപ്പോൾ തന്നെ G. സുധാകരൻ മറുപടിയും കൊടുത്തു. G. സുധാകരനെ മനസ്സിലായിട്ടില്ല BJP നേതാക്കൾക്ക് എന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കണക്കിന് കിട്ടി G. സുധാകരനിൽ നിന്ന് B. ഗോപാലകൃഷ്ണന് അന്ന്. അതുപോലെ വീണ്ടും ഒന്ന് വെള്ളം കലക്കാം എന്നാണ് B. ഗോപാലകൃഷ്ണൻ നോക്കുന്നത് ഈ പോസ്റ്റിലൂടെ. പക്ഷേ അങ്ങനെ പെട്ടെന്ന് കലങ്ങുന്ന വെള്ളമല്ല ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്ന് G. സുധാകരനിൽ നിന്ന് പഠിച്ചിട്ടും അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാതെയാണ് ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ വീണ്ടും ഇത്തരം ഒരു പോസ്റ്റുമായി വന്നിരിക്കുന്നത്. U. പ്രതിഭ MLAയുടെ മകനെ കുടുക്കിയത് CPMകാരാണ്, അതിന് പിറകിൽ CPM പ്രവർത്തകരാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കാം, അദ്ദേഹത്തിന് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അത് ആരോപണമായി ഉന്നയിക്കാം, അതിനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വീണ്ടും ഇത് സോഷ്യൽ മീഡിയ ചർച്ചയാക്കി മാറ്റുക, അതാണ് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നതിന് എതിരെയാണ് അദ്ദേഹം വേവലാതി കൊള്ളുന്നത്. ആ വേവലാതിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് വേണ്ടതും. അങ്ങനെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയും U. പ്രതിഭ MLAയെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുക, അതാണ് RSSന്റെ ലക്ഷ്യം, അതാണ് BJPയുടെ ലക്ഷ്യം, അതാണ് B. ഗോപാലകൃഷ്ണനിലൂടെ നാം കാണുന്നത്. എന്നാൽ അതിൽ വീണുപോകുന്ന ആളാണോ U. പ്രതിഭ MLA എന്നത് U. പ്രതിഭ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവർ അതിന് മറുപടി കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരു സംഭവം നടന്നു, അത് തെറ്റായ സംഭവം തന്നെയാണ്, അതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അറിയാതെ പെട്ടുപോയതാകാം, ചെറിയ പ്രായമാണ്, അതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റി, സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി മാറ്റി ആ ചെറുപ്പക്കാരനെയും മാനസികമായി പീഡിപ്പിക്കുക, ആ കുടുംബത്തെ മാനസികമായി പീഡിപ്പിക്കുക. ആ ചെറുപ്പക്കാരൻ്റെ അമ്മ, അവരൊരു പൊതുപ്രവർത്തകയാണ്, MLA ആണ്, CPIMന്റെ നേതാവും പ്രവർത്തകയും കൂടിയാണ്, അവരെയും മാനസികമായി പീഡിപ്പിക്കുക. അങ്ങനെ അതൊരു പ്രശ്നമാക്കി മാറ്റി, സോഷ്യൽ മീഡിയ ചർച്ചയാക്കി മാറ്റി, മെല്ലെ അവരിൽ CPIM വിരുദ്ധ വികാരം കുത്തിവെപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവരെ മെല്ലെ CPIMന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. ഇതാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, B. ഗോപാലകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് G. സുധാകരനടുത്തും കളിച്ചത്. ആ കളിക്കാണ് അന്ന് G. സുധാകരൻ തന്നെ ചുട്ട മറുപടി കൊടുത്തത്. അത് വീണ്ടും ആലപ്പുഴ കേന്ദ്രീകരിച്ച് ചില കളികൾ കളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് BJPയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു BJP ആലപ്പുഴ ജില്ലയിൽ. അത് വെച്ചുകൊണ്ടാണ് ആലപ്പുഴ ജില്ല ഇതാ BJPയോടൊപ്പം വരാൻ പോകുന്നു എന്ന ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. അത് സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്ത കാലത്താണ് പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് തരം താഴ്ത്തിയ ഒരാളെ BJPക്ക് കിട്ടിയത്. അത് വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു BJP. CPIM പുറന്തള്ളുന്നവരെ
സ്വീകരിക്കുന്ന പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. മധു മുല്ലശ്ശേരി നാം കണ്ടതാണ്. CPIM-ൽ നിന്ന് പുറത്താക്കിയ കക്ഷി, ജില്ലാ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ കക്ഷി നേരെ പോയി BJP-യിൽ പോയപ്പോൾ വലിയ സ്വീകരണം കൊടുത്ത് നാം കണ്ടു. മധു മുല്ലശ്ശേരിക്കെതിരെ CPIM ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഫണ്ട് മുക്കിയതിന്, പിരിച്ച ഫണ്ട് പാർട്ടി അക്കൗണ്ടിൽ അടക്കാതെ അല്ലെങ്കിൽ പാർട്ടിയെ ഏൽപ്പിക്കാതെ അദ്ദേഹം അത് പോക്കറ്റിലിട്ടാണ് തിരിച്ചു പോയത്. സമ്മേളനം നടത്താൻ വേണ്ടി വിവിധ ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ നൽകിയ തുകയാണ്. ആ തുക അതുപോലെ പോക്കറ്റിലിട്ട് പോയ മധു മുല്ലശ്ശേരിയെ സ്വീകരിക്കുന്നത്, മുതിർന്ന നേതാക്കൾ തന്നെ സ്വീകരിക്കുന്നത് നാം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയ ഒരു വ്യക്തിയെ വിളിച്ച് സ്വീകരിച്ച് അടുത്തുകൊണ്ടിരുത്തി പാർട്ടിയിൽ പദവി നൽകുന്നതും നാം കണ്ടതാണ്. അതുപോലെയാണ് എല്ലാവരും എന്ന ചിന്തയാണ് B. ഗോപാലകൃഷ്ണനുള്ളത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് B. ഗോപാലകൃഷ്ണ.